ആ പ്രപഞ്ചനാഥനും ശിവനും ഇലാവും തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ആദിമ മനുഷ്യനായി തുടർന്ന് പിശാചങ്ങളിലൂടെ പോരുന്നത്. ആ ശിവനും ഇലാവും തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പഴയ ശരീരം അതിൽ നിന്ന് ബീജമായി പുതിയത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എത്ര കോടിക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം നശിക്കും, വീണ്ടും ബീജത്തിലൂടെ ഉണ്ടാവും. അതാണ് ഈ അമേരിക്ക, ജപ്പാനിലെ നാഗസാക്കി, ഹിരോഷിമയിലൊക്കെ ബോംബിട്ട് അവിടുത്തെ ആളുകളിൽ ഇപ്പോഴും അണുക്കൾ ഇവിടെ അംഗവൈകല്യം വന്ന് ജനങ്ങളുണ്ടായിരിക്കും. നശിപ്പിക്കും, നിങ്ങളെ നശിപ്പിക്കും. വീണ്ടും വീഴുന്നെങ്കിലും ബാക്കിയുണ്ടാകാതെ മുളച്ചു കൊണ്ടുവരും. അങ്ങനെ വ്യാപിക്കും. അവസാനിപ്പിക്കാൻ പ്രയാസമാണ്. പിന്നെ ലോക അവസാനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ചെറുപതിപ്പായി പ്രപഞ്ചം, അല്ലെങ്കിൽ ശിവനും ഇലാവും പുനർജനിച്ചുള്ള അതിൻ്റെ ചെറുപതിപ്പല്ലേ നമ്മൾ ആ സൂര്യനും ചന്ദ്രനും ഭൂമിയും മറ്റു ഗോളങ്ങൾ ചേർന്ന അതിൻ്റെ ചെറുപതിപ്പാണ് നമ്മൾ. ഈ ആലമാണ്, ഈ പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിൻ്റെ പതിപ്പാണ് നമ്മൾ. നമ്മുടെ മരണം ഈ പ്രപഞ്ചത്തിൻ്റെ മരണമാണ്, നാശമാണ്, ഖിയാമമാണ്. അത് സങ്കല്പിച്ച് നിങ്ങൾ എങ്ങനെയെല്ലാം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പോകണം. എന്നിട്ട് അറിയാത്തവനും വിടാത്തവനും അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റത് മറിച്ചത് ലോകാവസാനമൊക്കെ പറഞ്ഞ് ഓരോ മനുഷ്യൻ്റെയും മരണം ഈ ലോകത്തിൻ്റെ ചെറുപതിപ്പായ ആ പുനർജനിച്ചുള്ള അതിൻ്റെ ലോകത്തിൻ്റെ മരണമാണ്. ഓരോ മനുഷ്യൻ്റെയും മരണം. നിങ്ങളുടെ മാതാപിതാക്കളല്ലേ നിങ്ങളായി വന്നത്. എന്നെ പോലെ ആ ഭൂമി, അർദ്ധനാരിയ ഗർഭമായ ഭൂമിയും ആ പ്രകാശമായ ഇതെല്ലാം സൃഷ്ടിച്ച പിതാവുമല്ലേ നിങ്ങളായി വന്നത്. നിങ്ങളുടെ മരണം ആ പ്രപഞ്ചത്തിൻ്റെ മരണമാണ്. പ്രപഞ്ചത്തിൻ്റെ ചെറുപതിപ്പ്, പുനർജനിച്ചുള്ള ചെറുപതിപ്പല്ലേ നിങ്ങൾ. അപ്പം പ്രപഞ്ചത്തിൻ്റെ ചെറുപതിപ്പ്, പ്രപഞ്ച ഗർഭത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഇലാഹും ശിവൻ്റെയും നാരിയാം ഗർഭമായ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. നമ്മുടെ മാതാവിൻ്റെ ഗർഭത്തിൽ ഇരുന്ന പോലെ ഇവിടുന്ന് ഒരു മോചനമില്ല. ഇവിടുന്ന് അതിലേക്ക് തന്നെ ചേരലാണ്.